നമസ്കാരം. മീഡിയ കോപ്പറേറ്റീവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അശ്വതി. വിരലുകൾ കൊണ്ട് മാന്ത്രിക ജാലം തീർത്ത വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു സ്റ്റീഫൻ ദേവസി ഇന്ന് എൻ്റെ ഒപ്പമുണ്ട്. നമുക്ക് പരിചയപ്പെടാം അവതാർ മോഹനെ. ഹലോ. ടൈഗർ കാ ഹുക്ം. टाइगर का हुक्म. നമസ്കാരം അവതാർ. നമസ്കാരം. അവതാർ മോഹൻ ഒരു വെറൈറ്റി പേരാണല്ലോ. എന്താ അങ്ങനെ ഒരു പേര്? ആരാ ഈ ഒരു പേരിട്ടത്? അച്ഛനാണ് ഇട്ടത്. എന്ത് ഇതാണെന്ന് അറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട്. അച്ഛനാണ് ബേസിക്കലി ഇട്ടത്. അന്നേരം അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല. സിനിമ വരുന്നതിന് മുമ്പ് ഇട്ടാണ് പേര്. അത് എങ്ങനെ കിട്ടിയെന്നോ അങ്ങനെ വലുതായിട്ട് അറിയില്ല. അപ്പൊ അവതാർ സിനിമ വന്നതിന് ശേഷം ഈ പേരൊന്നും കൂടി ഫേമസ് ആയില്ലേ? ഓക്കെ. അവതാർ എവിടുന്നാ വരുന്നേ? ഞാൻ കൊല്ലം ചവറ ടൈറ്റൻ മ്യൂസിയം. അവതാർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു പ്രതിഭയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അവതാർ എന്താണ് ചെയ്യുന്നത്, എന്താണ് പഠിക്കുന്നതെന്ന് നമുക്കറിയാം. അവതാർ എത്രല്ല പഠിക്കുന്നത്? ഞാൻ ഇപ്പം പോളിടെക്നിക്കിലാണ്, അയ്യച്ചാടി കരുനാപ്പള്ളില് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം 1 വീക്ക് ആയതേ ഉള്ളൂ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി കല്യാണം കഴിച്ചു പോയി. ചേച്ചിയും അളിയനും പിന്നെ അച്ചാമ്മയുണ്ട്. എന്നു മുതലാണ്, അതായത് എത്ര വയസ്സിലാണ് അവതാർ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി തുടങ്ങിയത്, ഇങ്ങനെ ഒരു കഴിവിലേക്ക് എത്തി തുടങ്ങിയത്? ഒരു ഒരു 6ാം ക്ലാസ്സിലാണ് എന്നെ പോയി തുടങ്ങിയല്ല, എന്നെ കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. പോയി തുടങ്ങിയ അച്ഛനായിരുന്നു ഇതിൽ ഭയങ്കര പോണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ അച്ഛനാണെങ്കിൽ പണ്ട് കീബോർഡും പഠിച്ചിട്ടുണ്ട്. കീബോർഡ് വായിക്കാൻ അറിയാമെന്നാലും അങ്ങനെ ഇതുണ്ട്. പിന്നെ വയലിൻ പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് അച്ഛന് കഴിയാത്തതുകൊണ്ട് അച്ഛൻ്റെ ഒരു ഇതിൽ എന്നെ വാർത്തെടുക്കുകയാണ് സത്യം പറഞ്ഞത്. അച്ഛന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ മകനിലൂടെ അച്ഛൻ പുതിയൊരു ജീവിതം ഉണ്ടാക്കി തുടങ്ങിയതാണ് അല്ലേ? അപ്പോ അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛൻ ഇപ്പം സഫയർ കോച്ചിങ് സെന്റർ എന്ന് പറഞ്ഞ അവിടെ വർക്ക് ചെയ്യാണ്. അത് കൂടാതെ ഇപ്പം ഒരു റൈറ്ററാണ്. ഇത് ട്യൂഷൻ സോങ് റൈറ്ററാണ്. 7-8 സോങ്സ് ഇപ്പം തന്നെ ഇറക്കിയിട്ടുണ്ട് നിലവില്. അപ്പോ ഒരു മ്യൂസിക് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അവതാർ വരുന്നത്. അവതാർ ഇതിനോടകം തന്നെ കുറെ സ്റ്റേജസ് മ്യൂസിക് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്നു മുതലാണ് ഈ കീബോർഡിനോട്, ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, ആദ്യമൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നെ അതിനോട് താല്പര്യം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോ മുതലാണ് ഈ കീബോർഡിനോട് ഒരു താല്പര്യം ഉണ്ടായി തുടങ്ങിയത്? ഫസ്റ്റ് ഇപ്പം നമ്മള് ഒരു കീബോർഡ് എന്നല്ല, ഇപ്പം മ്യൂസിക്കായിട്ടും എന്തുമായാലും ഫസ്റ്റില് നമുക്ക് വെക്കുന്ന പടി നമുക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. എന്നുവെച്ചാൽ സാരി ഗമ അങ്ങനെയൊക്കെ പഠിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബോറടിക്കും. ആ ടൈം 6ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു മൂടേ ഇല്ലായിരിക്കും. അങ്ങനെ അച്ഛനെ എല്ലാ ദിവസവും രാവിലെ ജോബിന് പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകും. ഇവിടെ കൊല്ലത്താണ് പഠിച്ചത്. അന്നേരം എല്ലാ ദിവസവും എന്നെ കൊണ്ടുപോകും. എന്നിട്ട് വൈകിട്ട് വരിക. പിന്നെയും അങ്ങനെ ആയിരുന്നു ആഴ്ചയിൽ. എനിക്കാണെങ്കിൽ ഭയങ്കര ബോറടിയും ഭയങ്കര കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം പിന്നെ കൊറോണ വന്നു. ആ ടൈമിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട്. പിന്നെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോരുത്തർ അവരവരുടെ ഓരോരോ പാട്ടുകൾ വായിച്ച് ഇങ്ങനെ ഇട്ടുന്ന ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കിനും ഞാനും ഇങ്ങനെ ആലോചിച്ചു, എനിക്കും ഇത്രയാൾ എന്തായാലും പഠിച്ചില്ലേ, എനിക്കും എന്താന്ന് ഒന്ന് ശ്രമിച്ചുകൂടാന്ന് പറഞ്ഞ് ആ ഗ്രൂപ്പിൽ ഒരാൾ ഇങ്ങനെ കണ്ണാലക്കണ്ണ എന്ന് പറഞ്ഞൊരു പാട്ട് ഇട്ട് ഫസ്റ്റായിട്ട്. ഞാൻ അത് കണ്ട് എനിക്കും ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ അന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനിത് ഫസ്റ്റ് ദിവസം ചെയ്തു നോക്കി, നടന്നില്ല. രണ്ടാമത്തെ ദിവസം ചെയ്തു നോക്കി, കുറച്ചൊക്കെ വരുന്നുണ്ട്, പക്ഷെ പിന്നെയും തെറ്റി പൊയ്ക്കൊണ്ടേയിരിക്കുക.
അങ്ങനെ കുറേ നാൾ ഒരാഴ്ച എടുത്താണ് അന്നൊക്കെ ഒരു സോങ് പഠിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ഇതേ അത്ര ഒരു ഇതേ ഉള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ കുറേ ഇങ്ങനെ നോക്കി ഏറ്റവും ലാസ്റ്റ് പഠിച്ച് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചെടുത്ത്. കൊറോണ അല്ലേ, വെറുതെ വീട്ടിലിരിക്കും. പരീക്ഷയ്ക്ക് പോലും ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. ഇല്ല ഉറപ്പാ. അന്നേരം വെറുതെ അവിടെ ഇരുന്നു. എന്തായാലും പുറത്തോട്ടും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെറുതെ വീട്ടിലിരിക്കുക. പിന്നെ ഇങ്ങനെ പാട്ട് ഇങ്ങനെ വായിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഭയങ്കര ഇതായിരുന്നു, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നേരം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയാലും ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സും ഉണ്ട്. ഞാൻ ആ ടൈമിലാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരും ആ ടൈമിലായിരിക്കും യൂട്യൂബിലോട്ട് കടന്നു വരുന്നത്, ഒരു ചാനലും തുടങ്ങാൻ. ഞാനും അങ്ങനെ ചെയ്തു. ഫസ്റ്റ് ഒരു ചാനൽ തുടങ്ങി. എനിക്ക് അപ്പോഴ് 3 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അതിനകത്ത് ഒരെണ്ണം അച്ഛൻ, ഒന്ന് അമ്മയുടെ അക്കൗണ്ട്, ഒന്ന് ചേച്ചിയുടെ അക്കൗണ്ട്. പിന്നെ അങ്ങനെ പിന്നെയും 2-3 സബ്സ്ക്രൈബേഴ്സ്, അത് എൻ്റെ ഫേക്ക് അക്കൗണ്ട്. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഒരു 2-3 വീഡിയോ ഒക്കെ ഇട്ട്. അങ്ങനെ ഞങ്ങളുടെ ബന്ധുവിൻ്റെ റിലേറ്റീവിൻ്റെ ഒരു ഫംഗ്ഷന് വീഡിയോ അങ്ങനെ ഇടത്തില്ല. യൂട്യൂബിൽ എനിക്ക് വീഡിയോ എടുക്കാനും ആരുമില്ല, അങ്ങനെ ഒന്നുമില്ല. അന്നേരം ഞാൻ ഇതിൽ ഞങ്ങളുടെ ആദ്യമായിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളുടെ കല്യാണം. അന്നേരം അവിടുത്തെ ഹൽദിക്ക് ഇത് കണക്ക് ഞാൻ കീബോർഡൊക്കെ കൊണ്ട് വെച്ച് വീട്ടിൽ വായിക്കുന്നുണ്ടെങ്കിൽ വായിച്ചായിരുന്നു പറഞ്ഞു. വായിച്ചെന്നിട്ട് അവിടുത്തെ വീഡിയോഗ്രാഫർ കിടിലമായിട്ട് പറയാനൊന്നുമില്ല. എന്ന് വെച്ചാൽ ആ ടൈമിൽ നല്ല കിടിലായിട്ട് കൊറോണ ടൈം ആ ഇതിൽ കിടിലായിട്ടൊരു വീഡിയോ എടുത്ത് തന്ന് നല്ല വോയിസും എല്ലാം ക്ലിയർ ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഇടാൻ പറ്റുന്ന രീതിയിൽ ഇട്ട് തന്നു. എഡിറ്റ് ചെയ്ത് എനിക്ക് ഇട്ട് തന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. അത് തന്നെ പെട്ടെന്ന് പോസ്റ്റ് ചെയ്ത് 3-4 വ്യൂസുകളായിരുന്നു. പിന്നെ ഞങ്ങളുടെ ചേച്ചിയാണ് പ്രൊമോട്ട്. ആ സമയത്ത് ചേച്ചി ഉള്ള എല്ലാവർക്കും അയച്ചു കൊടുത്ത് നല്ല സപ്പോർട്ടാണ് ചേച്ചിയായിരുന്നു അല്ലേ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അതുവരെ എനിക്ക് 35-40 എനിക്ക് 45 ഉള്ള സബ്സ്ക്രൈബേഴ്സ്. ചേച്ചി അങ്ങോട്ട് ഗ്രൂപ്പുകളിലും അന്നൊക്കെ ഇൻസ്റ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ഷെയർ ചെയ്ത് ഫേസ്ബുക്ക് വഴിയും അറിയാവുന്നവരൊക്കെ ചെയ്ത് ഏകദേശം ഒരു 1 മന്തിന് അടുത്തായപ്പോഴത്തേക്കിനും അവന് 400 സംതിങ് ഫോളോവേഴ്സായി. എന്നുവെച്ചാൽ 35 കിടന്ന ഞാൻ ഒരു മാസം പോലും ആയില്ല. അതിന് മുമ്പ് പിന്നെ വീഡിയോയ്ക്കൊക്കെ അത്യാവശ്യം നല്ല 600-700 വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അന്ന് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ 2 വ്യൂസിലും 3 വ്യൂസിലും നിന്നത് ചേച്ചി, അവിടെ നിന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി അത് ഷെയറും ചെയ്ത് അങ്ങനെ ചെയ്ത് ഫസ്റ്റ് വരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ആ ടൈമിലാണ്, കൊറോണ ടൈമിലാണ് ഇങ്ങനെ എനിക്കിങ്ങനെ പഠിക്കണം. എന്ന് വെച്ചാൽ ഒരു പാട്ട് നമ്മളിപ്പം ചുമ്മാ ഒരു കീബോർഡ് പഠിക്കാനായാലും ഫസ്റ്റ് CD F G ABC ഇത് പഠിക്കും. ഇപ്പം ഞങ്ങളുടെ വീട്ടിലും ഒരു ഇതുണ്ട്, ക്ലാസ് ഉണ്ട്, പഠിപ്പിക്കുന്ന ട്യൂഷൻ, ഇത് കീബോർഡിന്റെ ട്യൂഷൻ പോലെ. അവതാർ പഠിപ്പിക്കുന്നില്ല? അല്ല, ഞാനല്ല, എൻ്റെ സാർ, എൻ്റെ ഗുരു. എന്തായാലും ഞാനും ഒപ്പം ഇരുന്ന് ഇതെല്ലാം എല്ലാം നോക്കി കാര്യങ്ങൾ എങ്ങനെയാ. സാറും ഭയങ്കര സപ്പോർട്ട്. JR കൃഷ്ണൻ സാറെന്ന് വെച്ചാൽ മ്യൂസിക് ഡയറക്ടറാണ്. കുറേ ഇഷ്ടംപോലെ കുറേ അവാർഡ്സും കാര്യങ്ങളും കിട്ടിയതാണ് പുള്ളി. സാറിന് ഭയങ്കര കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര കാര്യം. ഒന്നാമത്തെ കാര്യം അതാ. സാറിന് വെച്ചാൽ എന്തോ ഇപ്പം ഞാൻ ഇവിടെ വരാനും പറഞ്ഞപ്പം ഒന്നുമില്ല, നിന്നെക്കൊണ്ട് പറ്റും, എന്തൊക്കെയാ വേണ്ട, എങ്ങനെയൊക്കെയാ എല്ലാ കാര്യം A to Z കാര്യം പറഞ്ഞു എല്ലാം. അന്നേരം അങ്ങനെ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ വരുമ്പോഴും പിള്ളേരുണ്ട്, അവരും ഇങ്ങനെ അവര് കറക്റ്റ് അതേ കണക്കായിരുന്നു. CD F G ABC ഇത് വായിച്ച് ബോറടിയാ, ഒട്ടും താല്പര്യമില്ലായിരുന്നു പഠിക്കാൻ. അങ്ങനെ കൊറോണ ടൈമിൽ ആ പാട്ട് പഠിച്ച അന്ന് തൊട്ടാണ് ഞാൻ ഇന്ന് വരെ ഇപ്പം സ്റ്റേജിൽ ഒരു ഊഹം വെച്ചൊരു 10-30 സ്റ്റേജ് കയറി കാണും. അത്ര സ്റ്റേജ് ചെയ്യാൻ എനിക്ക് പെർഫോമൻസ് അകത്ത് കിട്ടാൻ ഒരു ധൈര്യം വന്നത്. ആദ്യം മുതലേ സാറ് തന്നെയായിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത്? അല്ല, ഞാൻ ഫസ്റ്റിലെ കൊല്ലത്ത് ശ്രുതി എന്ന് പറഞ്ഞൊരു അവിടെ ആയിരുന്നു. പിന്നെ അവിടുന്ന് എനിക്ക് അതും ഒരിതായിരുന്നു. എന്ന് വെച്ചാൽ ഒരിടത്തല്ല, ഒരു 4-5 പഠിച്ചാണ്. എന്ന് വെച്ചാൽ അവിടെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്കിത് പോകാനായിട്ട് ഇതും താല്പര്യമില്ല. എന്ന് വെച്ചാൽ രാവിലെ വരണം, വൈകിട്ട് തിരിച്ച് അച്ഛൻ്റെ കൂടെ തന്നെ പോയി വരികയും. അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എനിക്കിത് പറ്റത്തില്ല, എന്നെ ഇനി കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് കുറെ തവണ പറഞ്ഞിട്ടുണ്ട്? അതേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അച്ഛന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഓക്കെ, ഇത്രയേ ഉള്ളായിരുന്നു. പിന്നെ ഇങ്ങനെ വന്ന് പിന്നെ എന്താ ഫസ്റ്റിൽ ആദ്യമായിട്ട് എന്നെ ഒരു സോങ് അവിടുത്തെ സാർ പഠിപ്പിച്ചു. അന്നേരം ചെറിയൊരു ഇതുണ്ട്, എന്നാലും വലിയ ഇതില്ല. അന്നേരം എനിക്ക് വീട്ടിൽ കീബോർഡ് ഇല്ല. 2 ദിവസം കഴിയുമ്പോഴത്തേക്കിനും അച്ഛൻ വിളിക്കുന്നു,
ഒരു കീബോർഡ് പിടിക്കാം, വരാൻ പറഞ്ഞു, കൊല്ലത്തോട്ട് വരാൻ പറഞ്ഞു, അവിടെ അമ്മയായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പോയി. അന്ന് തന്നെ കീബോർഡും ഒരാഴ്ച പഠിക്കാൻ പോയിട്ട് രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ പിന്നെ പാട്ട് പഠിപ്പിക്കും. അന്നേരം ഇവിടെ വന്ന് എല്ലാവരും കാണിക്കാൻ വേണ്ടി പാട്ട്. എന്നാലും ചെറിയ ഇതുണ്ടായില്ല, പക്ഷെ പോകാൻ മടി ഭയങ്കര. ഇഷ്ടമില്ലാതിരുന്ന ഒന്നാണ് കീബോർഡ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യമായിട്ട് കീബോർഡ് കൈ കിട്ടിയപ്പോ എന്താ തോന്നിയത്? അയ്യോ ഇതും കൂടി കിട്ടിയപ്പോ എന്റെ ലൈഫ് ഇതിലായി എന്നുള്ള ഒരു ചിന്തയിലെത്തിയിരുന്നു? ഇല്ല, അന്ന് ഒന്നും തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് അന്ന് ഒരു 6ാം ക്ലാസ്സിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പം കളിച്ചു നടക്കുന്ന ഒരു പ്രായം. ആ ഒരു പ്രായത്തിൽ ഇത് കിട്ടിയാൽ നമ്മൾ അടങ്ങിയിരിക്കത്തില്ല. നമുക്ക് എന്താ ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെ. അന്നേരം എനിക്കിത് പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഞായറാഴ്ചകളായിരിക്കും ക്ലാസ്. അന്നേരം എനിക്ക് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ പോകണം, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. അന്നേരം അച്ഛൻ്റെ കൂടെ രാവിലെ പോയിരിക്കണം, അച്ഛൻ്റെ ഓഫീസിൽ പോയിരിക്കണം. ഫോണില്ല. അവിടെ ഇങ്ങനെ കുത്തിയിരുന്ന് 3 മണി വരെ കാത്തിരുന്ന് 3 മണിക്ക് എന്നെ കൊണ്ടാക്കും, അതിനെ കുറച്ചപ്പുറത്തെ. പിന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ച് വിളിച്ച് വരും. എന്നിട്ട് വൈകിട്ടാവും, 5 മണിയായിരിക്കും. ആ ഒരു മുഷിപ്പ് തരാം. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഞായറാഴ്ചകളില്ല കൂട്ടുകാരന്മാർ വന്ന് ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്നത്. എനിക്കതും പറ്റുമോ? അതുമില്ല. അവതാരണ കീബോർഡ് കൂടാതെ ഇഷ്ടമുള്ള സ്പോർട്സ് എന്താ? ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇതിലേതാ? അത് രണ്ടും കളിക്കൂ? കളിക്കും, രണ്ടും കളിക്കും. അങ്ങനെ ഫുട്ബോളാണ് കുറച്ചും കൂടെ ഇഷ്ടം, ക്രിക്കറ്റിനേക്കാളും കുറച്ചും കൂടെ ഫുട്ബോളാണ് ഇഷ്ടം. പിന്നെ രണ്ടും നമ്മളിപ്പോ ഏതാന്ന് വെച്ചാൽ നമ്മളെ കൂട്ടുകാരന്മാര് ഞങ്ങള് നിൽക്കുന്നായിട്ട് കളിക്കും. നമുക്കൊരു പാട്ട് പ്ലേ ചെയ്താലോ? അടിപൊളിയായിരുന്നു, കേട്ട് ലയിച്ചിരുന്നു പോയി. ഏറ്റവും കൂടുതലും ഇപ്പോൾ സ്റ്റേജസിൽ 30 സ്റ്റേജസോളം പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പെർഫോമൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ മറക്കാനാകാത്ത ഒരു പെർഫോമൻസ് ചെയ്തായിരുന്നു? എല്ലാം ഒരേ വേവിലെനിക്ക് വരുന്നത് എന്ന് വെച്ചാൽ ഞാൻ വായിക്കുന്നു, അവരുടെ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര റിയാക്ഷനാണ്. നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യാം, നമുക്കൊരു അഡിക്ഷൻ ആവും. എന്ന് വെച്ചാൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അത്ര സപ്പോർട്ട്, നമ്മളെ അറിയാം, എന്ന് വെച്ചാൽ നമ്മളെ ഉൾക്കൊള്ളുന്നു. ആ ഒരു രീതിയിൽ നിൽക്കുമ്പം എല്ലായിടത്തും ഒരേ കണക്കാണ്. പിന്നെ എനിക്ക് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്ത് എനിക്കൊരു അഭിമാനമായിട്ടൊരു വന്നത്, ഞാൻ ഇപ്പം പറഞ്ഞിട്ട് കൊല്ലം ഫാഷൻ മ്യൂസിക് എന്ന് പറഞ്ഞ ട്രൂപ്പിൽ ഇപ്പം ഉണ്ട്. കഴിഞ്ഞ വർഷം തൊട്ടുണ്ട്, കുറേ ഒരു 4 പ്രോഗ്രാമിൽ കഴിഞ്ഞ വർഷം ചെയ്തതാണ്. അങ്ങനെ അവിടെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു അഭിമാനമാണ്. ഞാൻ ഇത്രയും സീറോയിൽ കിടന്ന ഞാൻ ഒരു ഗാനമേള ട്രൂപ്പിൽ കയറുന്ന ഇച്ചിരിയും ഒരു കാര്യമല്ല. അതും ഞങ്ങളുടെ സാറിൻ്റെ ഗാനമേള ട്രൂപ്പാണ്, ജയകൃഷ്ണൻ്റെ സാറായിരുന്നു നേതൃക്കുന്ന എല്ലാം. അന്നേരം സാറ് എന്നെ വിളിക്കും എല്ലാം, എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഫുൾ സപ്പോർട്ടാണ് പുള്ളി. അങ്ങനെ എൻ്റെത് പറഞ്ഞ് നീ വാ ഗാന ട്രൂപ്പിൽ വാ, കുറച്ച് അതിനുള്ള പഠിക്കാം, എല്ലാ കാര്യവും നിന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വരുന്നു. അന്നേരം അവിടെ പെർഫോമൻസും ചെയ്യുമ്പോൾ ഞാൻ പെർക്കഷനായിട്ട് സ്റ്റാർട്ടാണ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് അവിടെ നിന്ന് ഡ്രംസ് വായിക്കാം, പാഡ് എല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നേരം ആ രീതിയിൽ നമ്മൾ പഠിക്കും. അന്നേരം അതൊരു നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിനെക്കാട്ടിലും അകത്തായിരുന്നു അതിൻ്റെ ഒരു എന്താ പറയേണ്ടത് അറിയില്ല, ഒരു കമ്പം. നമ്മൾ അകത്തുനിന്ന് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയപ്പോൾ അവർക്ക് എങ്ങനെ നമ്മളെ ഇതാവുന്നു,
പക്ഷെ നമുക്ക് ജനങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു ഭയങ്കര ഇതാണ്. പക്ഷെ അകത്തുനിന്ന് വായിക്കുമ്പോൾ ഭയങ്കര ഇതാ, ഒരു വേറെ ലെവൽ. അത് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത് എന്നാലേ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാ ഇപ്പൊ ഒരു വർക്ക് ഒരു പ്രോഗ്രാം വന്നിട്ട് ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇനി അടുത്തതിനി എന്ന് വരും എന്ന് കാത്തിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ ഇത്രയും കുറെ ഇപ്പം കഴിഞ്ഞ വർഷം സീസൺ കഴിഞ്ഞു, ഇനി അടുത്ത പ്രോഗ്രാമാണ്. ഒരു പ്രോഗ്രാമിന് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുക, സാറേ എന്നാ പ്രോഗ്രാം. പ്രോഗ്രാംസ് ഒക്കെ ബുക്ക് ആയിട്ടുണ്ടോ? പ്രോഗ്രാമും കുറച്ച് ആയിട്ടുണ്ട്. പൊതുവെ ഇപ്പം പ്രോഗ്രാമിൽ കുറച്ചേ എടുക്കുന്നത്. എന്ന് വെച്ചാൽ മെയിൻ സീസണിൽ കൂടുതൽ എടുക്കും, അങ്ങനെയാണ് ചെയ്യാറ് പതിവ്. ഈ കീബോർഡ് പ്ലേയിങ്ങിൽ ഏറ്റവും ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയ ഒരു വ്യക്തി, അതായത് എനിക്ക് ആ വ്യക്തിയെ പോലെ ആകണം, സ്റ്റീഫൻ ദേവസി. എന്തുകൊണ്ടാണ് സംഭവം? അത് എന്തുകൊണ്ടെന്ന് നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. പുള്ളിയുടെ പെർഫോമൻസും കാര്യങ്ങളും അഡിക്ഷനാ ഫുള്ള്. എന്ന് വെച്ചാൽ ഭയങ്കര എന്തോ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ആ പെർഫോമൻസും കാര്യങ്ങളും ഭയങ്കര ഇതാണ്. എനിക്ക് അതുകൊണ്ട് അതേ ലെവലിൽ എത്തുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ശ്രമിക്കും. എനിക്ക് പറ്റുന്നതോളം ഞാൻ ശ്രമിക്കും, നല്ല വൃത്തി ശ്രമിക്കും. അതെനിക്ക് ഒരു വിശ്വാസമുണ്ട്. സ്റ്റീഫൻ ദേവസിയെ എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ട്? ഞാൻ അടൂര് അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പന്തളം ഒരു അമ്പലത്തില് ഞാൻ ഒരു ദിവസം, അത് പറഞ്ഞ കോമഡിയാ, രാവിലെ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പം അവിടുന്ന് വേറെ കൂട്ടുകാരെയും വിളിക്കുന്നില്ല, ഇങ്ങനെ അവിടെ ഒരു അമ്പലത്തില് സ്റ്റീഫൻ ദേവസി ആയിരുന്നു. അങ്ങനെ പറഞ്ഞു, ഓക്കെ ഇവിടെ കൊണ്ടുപോകാനും ആരുമില്ല, അച്ഛനാണെങ്കിൽ വൈകിട്ട് താമസിച്ച് വരത്തുള്ളൂ. ഞാൻ ഇവിടെ നിന്നിട്ട് വേറെ കൂട്ടുകാരനെ വിളിച്ച് സെറ്റ് ചെയ്തു. പിന്നെ അങ്ങ് പെട്ടെന്ന് പോയി കണ്ടു. ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അന്നേരം ഞാൻ അങ്ങ് ബാക്കിലായി. എന്നുവെച്ചാൽ ഞങ്ങൾ താമസിച്ചു പോയി, അങ്ങ് ചെല്ലണ്ടേ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അങ്ങ് ബാക്കിലാണ്. നിങ്ങളെ കാണാൻ പറ്റുമോ, എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അന്നേരം കുറേ കൂട്ടുകാരന്മാരുണ്ട് അവിടെ, അറിയാവുന്ന എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ പരിപാടിയൊക്കെ അവസാനം തീരാറായപ്പോഴത്തേക്കിനും എല്ലാവരും കൂടെ വന്ന് എന്നെ സ്റ്റേജിനകത്ത് കയറ്റി സംസാരിപ്പിച്ച് ഷേക്കാൻ്റെ കൊടുത്തു, ഒരു സെൽഫി എടുക്കാൻ. ആ കിഡിൽ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു എന്താ പറയാ, ഒരു മെമ്മറി കാര്യമാണ്. ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന നേരം, അതായത് തളർന്നു പോകുന്ന ചില സമയങ്ങളിൽ നിന്നെ കൊണ്ട് പറ്റും, നിനക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന നേരം? വേറെ ആരുമല്ല, എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അതേ പ്രായം അല്ലെങ്കിലും എൻ്റെ ചേട്ടന്മാരായിട്ടുള്ള കുറേ പേരുണ്ട്. എനിക്കിപ്പം കറൻലി ഇപ്പം എൻ്റെ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും വീഡിയോ എടുത്തു തരുന്നതും അവർ തന്നെ. ഇപ്പം എന്തോ ആവശ്യം ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ മതി, അപ്പം തന്നെ അവർ ഓക്കേടാ സെറ്റ് ചെയ്യാം, എടുത്തു തരും, എഡിറ്റും ചെയ്തു തരും. എനിക്ക് പറ്റാത്തപ്പം അവരുടെ ഫോണിൽ ഇരുന്നിട്ട് എഡിറ്റും ചെയ്തു തരും. അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ അച്ഛനും അമ്മയും അന്ന് വെച്ചാൽ സപ്പോർട്ടാണ്. അച്ഛനും അമ്മയുടെ സപ്പോർട്ടില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ആദ്യത്തെ ഒരു കാര്യം. ഫ്രണ്ട്സ് പിന്നെ നമ്മൾ അറിയാലോ, നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒരു ക്വാളിറ്റി വേറെ. നമ്മളെന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ചിലവരുണ്ട് പിന്നെ അവന് ഇങ്ങനെ മൈൻഡ് ചെയ്യിച്ചു, ഞാൻ തിരിച്ച് മൈൻഡ് ചെയ്യത്തില്ല. നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ട്, കുറേ പേരെന്ന് വെച്ചാൽ കുറേ പേരുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്യത്തില്ല. കുറേ പേര് കളിയാക്കും, നീ ഇങ്ങനെ ഇട്ട് കുത്തി കളിക്കുന്നതൊക്കെ ഇല്ലയോ, അതാണ് ഇതാണെന്നൊക്കെ കുറേ. തളർത്താൻ ശ്രമിച്ച് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയൊരു സമയം ഞാൻ പറഞ്ഞോണ്ട് ഇങ്ങനെ ഫ്രണ്ട്സ് ചില ഫസ്റ്റിലേക്ക് അവര് ഭയങ്കര ഇതില്ല. എനിക്ക് ഫസ്റ്റിലെ ഞാൻ എന്ത് കാര്യം കളിയാക്കും, വേറെ എന്ത് കളിയാണിക്കുന്നത്, എനിക്കില്ല കീബോർഡിൽ ഇങ്ങനെ ഇട്ട് അടിക്കാൻ അറിയത്തുള്ളല്ലോ, ഇത് അങ്ങനെയൊക്കെ കുറേ സംസാരിക്കും. ഞാൻ ഒന്നും മിണ്ടത്തില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ തറയെ ഭയങ്കര കമൻ്റ് ആയിരിക്കും. ആമാതിരി എന്നുവെച്ചാൽ ആ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ തോന്നുമായിരിക്കും, അത് ഞാൻ അറിയത്തില്ല. സത്യത്തിൽ അവര് ഒരു മോട്ടിവേറ്റ് തരുകയല്ലേ, അതായത് നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു രീതിയല്ലേ അത്. ഇപ്പൊ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ ഇപ്പം ഔട്ടായില്ല. ആൽബം ഒരു ലവ് സോങ്ങും ഒരു റാപ്പും ഓൺ ദ വേ ആണ്. ഇപ്പം എല്ലാം ചെയ്ത് പരിപാടികളൊക്കെ സെറ്റ് ആയതുകൊണ്ട് റെക്കോർഡിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ ഒരു പാട്ടാണ് രണ്ടും. അത് രണ്ടും എല്ലാം സഹായിക്കുന്ന സാറാ. ഞാൻ പറഞ്ഞ എൻ്റെ സാർ ജയകൃഷ്ണൻ സാറ്. ആ സാറ എല്ലാം A to Z കാര്യങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടത്, ഇതെങ്ങനെയാ റെക്കോർഡിങ്ങും ഇത് എല്ലാം മിക്സിങ് എങ്ങനെയാ ചെയ്യേണ്ടത് എല്ലാം പഠിപ്പിക്കുന്ന സാർ. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ചെയ്ത് ഇറക്കുമായിരിക്കും. ഭാവിയിൽ
എന്ത് തരം മ്യൂസിക് ചെയ്യാനാണ് അതായത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്താൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് ഫീൽ ചെയ്യുന്ന ഒരു സോങ് ഏതായിരിക്കും? അതായത് റൊമാൻറ്റിക് ആണോ, അതോ ഇപ്പൊ പറഞ്ഞ പോലെ റാപ്പാണോ? അങ്ങനെ എന്ത് തരം സോങ് ആയിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത് അങ്ങനെ വെച്ചാൽ അടിച്ചുപൊളി പാട്ട് ഫുള്ള് നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും. ലവ് സോങ്ങിൽ എനിക്ക് ഇഷ്ടമാണ്, ബട്ട് ഇപ്പൊ അമ്മക്ക് ഇഷ്ടം നല്ല കാര്യം. ഇപ്പൊ നമ്മളൊരു സ്റ്റേജിൽ പോയി ഇപ്പോൾ ഒരു മീൻസ് ഇപ്പോൾ ഒരു ഓണ പ്രോഗ്രാം ആയാലും രാത്രി ഞാൻ ഒറ്റയ്ക്കായിരിക്കും പ്രോഗ്രാമിൽ കീബോർഡിൽ ചെയ്യുന്നത്. അന്നേരം അവിടെ പോയി ഇരുന്ന് ലവ് സോങ് അടിച്ചാൽ ശോകമായിരിക്കും മൊത്തം. അന്നേരം നമ്മൾ അവിടെ നമ്മൾ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് ഏത് സോങ് ആയാലും. നമുക്കൊരു ഹിപ്പ് ഹോപ്പ് കേട്ടാലോ? ആ അവതാർ ചെയ്യുന്ന ഏത് പാട്ടാ, അതായത് കമ്പോസ് ചെയ്യുന്ന ഏത് പാട്ടാ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, വീട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ളത്? അച്ഛന് പൊതുവെ ഇതേ കണക്കത്തുള്ള പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. പിന്നെ ലവ് സോങ്ങും ഇഷ്ടമാണ്. ഞാനങ്ങനെ കൂടുതലായിട്ട് ലവ് സോങ് വായിക്കും, എപ്പോഴും വായിക്കത്തില്ല. എനിക്കും കുറച്ച് ഫുൾ എൻ്റർടൈൻമെൻറ്റ് വേണം. വീട്ടിൽ 24 മണിക്കൂറും പാട്ട്. പക്ഷെ കേൾക്കുന്ന പാട്ട് ഇപ്പം നമ്മൾ പ്ലേ ചെയ്യല്ലാതെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും 24 മണിക്കൂറും അതിന് വീട്ടുകാരെ വാഴക്കാർ എന്ന് വെച്ചാൽ സ്പീക്കറും കാര്യങ്ങളെല്ലാം ഉണ്ട്. 24 ഞാൻ വീട്ടിലെപ്പം നിൽക്കുന്ന അപ്പം സ്പീക്കർ ഓൺ ചെയ്യും, പാട്ടോട് പാട്ടാണ്. ഫുള്ള് എൻ്റർടൈൻമെൻ്റ് ആണെന്ന്. പക്ഷെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ലവ് സോങ്ങാണ്. എന്ന് വെച്ചാൽ അതിൽ കൂടുതലും വരികൾ ഫീൽ ചെയ്യുന്ന വരികളും കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ നമുക്ക് കിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് എന്നൊക്കെ. പിന്നെ കീബോർഡ് വായിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനത്തുള്ള സോങ്സ് എൻ്റർടൈൻമെൻറ്റ് സോങ്സും കാര്യങ്ങളൊക്കെയാണ് വായിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട്. എല്ലാവർക്കും ഇഷ്ടവും അതായിരിക്കും. ലവ് സോങ്ങിനെക്കാട്ടിലും നല്ല കുറച്ചും കൂടെ ഇല്ലേ. സ്കൂൾ ടൈമിൽ എങ്ങനെയായിരുന്നു? സ്കൂൾ ടൈമിലും ഇതുപോലെ സ്കൂളിലുള്ളവർക്ക് അറിയായിരുന്നു അവതാർ ഇതുപോലെ ഒരു കഴിവുള്ള കുട്ടിയാണ് എന്ന്? ഇല്ലില്ല, സ്കൂളിൽ എനിക്ക് ഒരു പ്രോഗ്രാം പോലും ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞു. എൻ്റെ +1 ഒരു ഇതിലാണ് തുടങ്ങിയത്. +1 ആദ്യം IHRD എന്ന് പറഞ്ഞ നമ്മുടെ അടൂരുള്ള THS അവിടെ പഠിച്ചു. അവിടെ ഫസ്റ്റ് ഇയർ ഇപ്പം കയറി ഓണ പ്രോഗ്രാമായി. ഞങ്ങൾ കയറിയ 10 ദിവസം കണ്ട കഴിഞ്ഞിട്ടായിരുന്നു ഓണ പ്രോഗ്രാം. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ നമ്മൾ ഓരോ ഫസ്റ്റ് ക്ലാസ്സിൽ കയറുമ്പം ഓരോരുത്തർ പറയും സെൽഫ് ഇൻട്രസ്റ്റ് ചെയ്യുമ്പം കാര്യങ്ങൾ ഓരോ എന്താണ് ഹോബീസും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കീബോർഡിങ് കാര്യങ്ങളൊക്കെ അറിയാം, കീബോർഡ് പഠിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓണ പ്രോഗ്രാം എനിക്ക് ടീച്ചർ പറഞ്ഞു നിൻ്റെ ഒരു പ്രോഗ്രാം വേണമെന്ന്. ഞാനങ്ങനെ അന്ന് കറക്റ്റ് 10ാം ക്ലാസ്സിൽ ആ ടൈമിൽ തൊട്ടാണ് എന്ന് വെച്ചാൽ പുറത്തോട്ട് പോകാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു ഇതാണെന്നെങ്കിലും ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ തുടങ്ങിയത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്. അതിനു മുമ്പ് അല്ലാതെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും, അല്ല ബന്ധുക്കാരെ വീട്ടിൽ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ഉള്ളു. അങ്ങനെ ഒരു സ്റ്റേജ് പ്രോഗ്രാം അത് അത്രയും ഇതായിട്ടില്ല. പിന്നാണ് അങ്ങനെ എന്തായിരുന്നു +1 അങ്ങനെ പ്രോഗ്രാമിൽ എനിക്ക് ഞാൻ അവിടെ പോയി വായിച്ചു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അവരിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാൽ വായിച്ചു. ഒറ്റ ഫസ്റ്റത്തെ സോങ് ആയിരുന്നു KGF-ലെ ഒരു തീം വായിച്ചു. എനിക്ക് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് പോലും കിട്ടുന്നില്ല, അത്രയും കയ്യടിയും കാര്യങ്ങളും ആക്കിയായിരുന്നു. ചിലപ്പോ ടീച്ചേഴ്സ് പോലും ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? കീബോർഡ് പഠിക്കുന്നു എന്ന് പറയുമ്പോ അവര് വിചാരിച്ചിട്ടുണ്ടാവുമ്പോ ചെറിയ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇതൊരു വലിയ സംഭവമാണെന്ന് ടീച്ചേഴ്സ് പിന്നെ ആയിരിക്കുമല്ലേ വിചാരിച്ചിട്ടുണ്ടാവുക. എനിക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഒരു എവിടെ ഏത് പ്രോഗ്രാമിലായാലും നമ്മൾ വായിക്കുന്ന ടൈമിങ് കാര്യങ്ങൾ അനുസരിച്ച് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടണം മോണിറ്റർ വഴി.
എനിക്കത് കേൾക്കാനും പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ചെറിയൊരു ഹോളാണ് ഞങ്ങളുടെ ഇതിടെ അന്നേരം ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹോളാണ്. അന്നേരം അവിടെ നിന്ന് വെച്ചാൽ സ്പീക്കറും കൂടെ വെക്കുമ്പോഴത്തേക്കും എല്ലാം ഭയങ്കര സൗണ്ട് ആയിരിക്കും. അതിൻ്റെ കൂടെ ഇപ്പം ഭയങ്കര ഇതാണ്. എനിക്ക് അന്നോട്ടായിരുന്നു ഭയങ്കര. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇത് വന്നത് ഇൻസ്റ്റയിലായാലും ഞാനിപ്പം പോസ്റ്റ് ചെയ്ത രണ്ടാമത്തെ സോങ് ഇതാ. എന്ന് വെച്ചാൽ അത് ശേഷമാണ് ആക്റ്റീവായിട്ട് ഞാൻ ചെന്ന് വീഡിയോ എടുക്കാനും തുടങ്ങിയത്, ഇടാൻ തുടങ്ങിയത്, ഓരോരുത്തർ സപ്പോർട്ടും കാര്യങ്ങളും വരാൻ തുടങ്ങിയത് എല്ലാം. ഒരുപാട് ഫാൻസ് ഉണ്ടായി കാണാല്ലോ അല്ലേ? തീർച്ചയായിട്ടും അത് ഉണ്ടാവുക. എനിക്കറിയില്ല, അവിടെ ഉള്ള എല്ലാവരും പിന്നെ ആരും മറന്നിട്ടില്ല. എല്ലാവരും എൻ്റെ പേര് അറിയത്തില്ലെങ്കിലും അറിയാതിരിക്കത്തില്ല. അവതാർന്ന് കേട്ടപ്പോഴേ എല്ലാവരും പിന്നെ മറക്കത്തില്ല, ഒരു ജീവിതത്തിൽ മറക്കത്തില്ല എൻ്റെ പേര് കേട്ടവർ. അങ്ങനെയാണ് എല്ലാവരും. പിന്നെ അറിയത്തില്ലെങ്കിൽ ആ കീബോർഡ് വായിക്കുന്ന അറിയില്ലേ, അങ്ങനെ എല്ലാവർക്കും അറിയാം. ടീച്ചർമാർക്കായാലും ഭയങ്കര കാര്യം. അങ്ങനെ സ്കൂളിലെ താരമായി അല്ലേ? ഏറ്റവും കൂടുതൽ ഇപ്പോ മോട്ടിവേറ്റ് ചെയ്യുന്നത് വീട്ടുകാരാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് നാട്ടിലെ താരവും ആവാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതായത് നാട്ടിലെ പ്രോഗ്രാമുകളും ഇതേങ്ങനെ കേട്ടെടുത്തിട്ടുണ്ടോ? ഇപ്പോൾ ട്രൂപ്പിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് നമ്മുടെ സ്വന്തം നാട്ടിലായിരിക്കില്ലല്ലോ. ഇല്ല, ഏറ്റവും കൂടുതൽ നമുക്ക് ഏത് ഒരു ഫീൽഡിലായാലും ഇപ്പം കീബോർഡ്, ഇപ്പം ഞാൻ ഈ കീബോർഡിലായാലും ഇപ്പം ഗാനമേളയായാലും ഇപ്പം ഒരു സംബന്ധിച്ച് സൗണ്ട് സിസ്റ്റം ഉള്ള ഒരു നാടാണെങ്കിലും ഇത് നല്ലൊരു ബ്രാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അല്ലായിരിക്കും പിടി. ഇവിടെ ഉള്ളവർ ആർക്കും അറിയത്തില്ല, ഇവൻ്റെ ചെറിയ വായിക്കും അന്നേ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ പുറത്തോട്ട് പോകുമ്പോഴാണ് അവർക്ക് എന്തുവാ വാല്യൂ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞങ്ങളുടെ ട്രൂപ്പായാലും ഞങ്ങളുടെ എന്ന് വെച്ചാൽ അടുത്തുള്ള അമ്പലങ്ങളിൽ എല്ലാവരും തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ദൂരെയാണ് എപ്പോഴും ദൂരെയാണ്. 24 മണിക്ക് എന്ന് വെച്ചാൽ കണ്ണൂർ, അവിടെയൊക്കെ തൃശ്ശൂർ, അങ്ങനെയുള്ള ഇവിടെ ഇവിടെ അങ്ങും കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ കിട്ടും, അല്ലറ ചില്ലറൊക്കെ കുറേ കിട്ടും, അറിയാം, കുറച്ചൊക്കെ അറിയാം. ബാക്കിയെല്ലാം പറഞ്ഞ എല്ലായിടത്തും എല്ലാം വെളിയിലോട്ടാണ് എല്ലാവർക്കും വരുന്നത്. ഞാൻ വീട്ടിൻ്റെ അടുത്ത് ചെയ്തിട്ടില്ലെങ്കിലും കുറച്ച് ദൂരം, ഒരു 1-2 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് ചെയ്തിട്ടുണ്ട് ഒരു പ്രോഗ്രാം. ഒന്നല്ല, 2-3 ചെയ്തിട്ടുണ്ട്. അറിയാം, ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം. എന്ന് വെച്ചാൽ തൊട്ട് അപ്പുറമുള്ള അങ്ങനത്തെ ഉള്ളവർക്കും വല്ലതായിട്ട് അറിയത്തില്ലായിരിക്കും, ഇങ്ങനെ പ്രോഗ്രാമിന് പോകുന്ന അറിയത്തില്ലായിരിക്കും. ചെയ്തിട്ടുണ്ട്, വീട്ടിലെ ചുറ്റുമുള്ള 2-3 സ്ഥലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഇങ്ങനെ ഇച്ചിരി ദൂരമായിട്ടുള്ള അടുത്തൊക്കെ ചെയ്യാറ്. അവതാർ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റീച്ച് ആയിട്ടുള്ള ഒരു സോങ് ഞങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. റീച്ച് ആയിട്ടുള്ളത് ആവേശത്തിനകത്ത് ഈ ഇടയ്ക്ക് ഇലുമിനാറ്റി ഇട്ടപ്പം ഭയങ്കര റീച്ച് ആയ, ഏതാണ്ട് ഇൻസ്റ്റയിൽ 12K ആയിട്ടുണ്ട്. അത് മ്യൂസിക് സ്കൂളൊക്കെ നടത്തുന്നുണ്ടല്ലേ? പ്ലേബാക്ക്, ഗിറ്റാർ, തബല, കീബോർഡ്, പിന്നെ വയലിൻ. അങ്ങനെ കീബോർഡും ഗിറ്റാറും നമ്മുടെ JR കൃഷ്ണൻ്റെ ഗുരുവായ സാറാണ് പഠിപ്പിക്കുന്നത്. കൂടെ ഞാനും എല്ലാ കാര്യത്തിലും ഇതായിട്ട് നിന്ന് ഞാനും പഠിക്കുക. അതിൽ നിന്ന് എനിക്കും അറിയണം എന്ന രീതിയിൽ സാറും കൂടെ നേതൃത്വം അത് അവനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, അന്നേരം ഇങ്ങനെയാണ് അതെല്ലാം പറഞ്ഞു തരും. പിന്നെ വയലിൻ പഠിപ്പിക്കുന്ന വേറൊരു സാറാണ്, കരുനാപ്പിള് ഒരു ഗിരീഷ് എന്ന് പറഞ്ഞ സാറാണ് വയലിൻ പഠിപ്പിക്കുന്നത്. എത്ര കുട്ടികളുണ്ട്? ടോട്ടൽ ഇപ്പം ഒരു 7-8 കുട്ടികളായതേ ഉള്ളൂ. ഞങ്ങളിപ്പം തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പം വീട്ടിനകത്ത് തന്നെ ഞാൻ അന്നേരം ചുമ്മാ എനിക്കും കുറച്ചും ഇത് കിട്ടും ആ ഒരു രീതിയിലാണ് അച്ഛൻ തുടങ്ങിയത്. അച്ഛൻ പറഞ്ഞ തുടങ്ങാം കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞ് കീബോർഡും എല്ലാം മേടിച്ചു, എല്ലാം സെറ്റ് ചെയ്ത്. അങ്ങനെ കുറച്ച് ഫസ്റ്റ് 1-2 പിള്ളേരെ ഉള്ളായിരുന്നു. പിന്നെ ഓരോരുത്തരെ അറിഞ്ഞറിഞ്ഞ് വന്ന് പിന്നെ ഈ സ്കൂള് തുറക്കാറൊക്കെ ആയപ്പോഴത്തേക്ക് 2-3 പേര് പിന്നെയും പോകും, പിന്നെ 2 പേരെ വരും. അങ്ങനെയൊക്കെ വന്ന് നിൽക്കുക.
അച്ഛൻ എഴുതുമെന്ന് പറഞ്ഞില്ലേ, അച്ഛന്റെ പാട്ടുകൾക്ക് എപ്പോഴെങ്കിലും കമ്പോസ് ചെയ്തിട്ടുണ്ടോ, മ്യൂസിക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചിട്ടില്ലെന്നല്ല, അന്ന് എനിക്ക് അറിയത്തില്ല വലുതായിട്ട് എങ്ങനെയാ ചെയ്യണ്ടേ ഒന്നും അറിയത്തില്ല. അന്നേരം അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ട് ഒരിക്കല് ഒരു ബുക്ക്, ഒരു ആൽബം സോങ്ങിന് വേണ്ടി ഇത്രയുള്ള ചെറിയൊരു ബുക്കിനകത്ത് എത്ര പേജാന്നൊന്നും അറിയത്തില്ല, കുറേ പേജിൽ കുറേ പല പല ടൈപ്പിലുള്ള സാധനങ്ങൾ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അന്നേരം ഞാനൊരു വായിച്ചു വിടും, അത്രേ ഉള്ളൂ. എനിക്ക് അറിയത്തില്ല എങ്ങനെ മ്യൂസിക് എങ്ങനെ ചെയ്യണ്ടേ ഒരു ഇതറിയത്തില്ല. അന്ന് തന്നപ്പോഴും മറ്റേ ഞങ്ങളുടെ സാറായിട്ട് അങ്ങനെ വലിയ ഇതില്ല, പഠിക്കാൻ വരുന്നു സാറിന് അവിടെ വീട്ടിലായിരുന്നു പോകുന്നത്. പിന്നാണ് കൂടുതൽ അടുത്തപ്പോഴാണ് പിന്നെ ഇപ്പൊ ഈ 2 പാട്ട് കമ്പോസ് ചെയ്യാൻ തുടങ്ങിയത്. ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചെയ്തിരിക്കും. അച്ഛൻ ബുക്സ് എന്തെങ്കിലും ഇറക്കിയിട്ടുണ്ടോ? ഇല്ല, ബുക്സ് ഇറക്കിയിട്ടില്ല. അച്ഛൻ കുറെ ഡിവോഴ്സ് സോങ് ഇങ്ങനെ കുറെ എടുത്ത് എഴുതി കൊടുക്കും. അത് കുറെ എടുത്ത് വന്നിട്ട് 5, 6, 7, 8 കറക്റ്റ് എണ്ണം എനിക്ക് അറിയത്തില്ല, 7, 8 മേളിലായിരിക്കും. കുറെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ വലുതായിട്ട് അങ്ങോട്ട് ആരും അറിയത്തില്ല. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാല് ഞാൻ വായിച്ച് തന്നെ എന്നിലൂടെ തന്നെ എൻ്റെ അച്ഛനെ അറിയണം. അച്ഛനും അത് പണ്ട് പറ്റിയില്ല. ഈ വയലിൻ വായിക്കാനായാലും കീബോർഡ് ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. വയലിൻ വായിക്കണമെന്ന് ആഗ്രഹമൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വയലിൻ വായിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിലെ അവിടുത്തെ സ്ഥിതി കാരണം മേടിച്ച് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കത് മേടിച്ചു തന്നു, കാരണം എന്നിലൂടെ അച്ഛനെ അറിയണം. എനിക്കും അതൊരു ഇതേ ഉള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഉടനടി തന്നെ ഒരു സിനിമ കിട്ടിയാൽ എന്തായിരിക്കും റിയാക്ഷൻ? പഠനത്തിന് ഒരു പ്രയോറിറ്റി കൊടുക്കുവോ അതോ മ്യൂസിക് കമ്പോസ് ചെയ്യാനുള്ള ഒരു പ്രയോറിറ്റി കൊടുക്കുവോ? വീട്ടുകാര് ഇറക്കി വിട്ടില്ലെങ്കിലും എന്തോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എല്ലാരും പറയുന്നത് പഠിക്കണം എന്നാണ്. പക്ഷെ എൻ്റെ ഒരു മൈൻഡില് എനിക്ക് തോന്നുന്നത്, എനിക്ക് മ്യൂസിക്കിനോടാന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ സാധനം പിന്നെ അത് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിടാൻ പറ്റത്തില്ല. അതായത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ വയ്യ, ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടണം അല്ലേ? ഇപ്പൊ ഒരു സാധനം നമ്മൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും അതില്ലാതെ പറ്റത്തില്ല. ആ ഒരു മെന്റാലിറ്റിയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ പാട്ടായാലും എല്ലാ പാട്ടും കേൾക്കും, ഒരു വട്ടം കേട്ടാലും പിന്നെ കേൾക്കും. അത് കണക്ക് ഇപ്പം നല്ല എപ്പോഴും ഇതാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്നില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലവ് സോങ്സ് ചെയ്യാനാണ് എന്ന്. അപ്പൊ നമുക്കൊരു ലവ് സോങ് കേട്ടാലോ? ഒരു ഹിന്ദി മെലഡിക്ക് സെറ്റ് ചെയ്യാം. क्यों तूने मेरी फुर्सत की, क्यों दिल में इतनी हरकत की, इश्क में इतनी बरकत की, ये तूने क्या किया? यूं अब मारा मैं, चांद से बिछड़ा तारा मैं, दिल से इतना क्यों हारा मैं, ये तूने क्या किया? सारी दुनिया से जीत के मैं आया हूँ इधर, तेरे आगे ही मैं हारा किया, तूने क्या असर? मैं दिल का राज कहता हूँ कि जब सांसें लेता हूँ तेरा ही नाम लेता हूँ, ये तूने क्या किया? പാട്ടുകൾക്ക് ഇത്രയും ജീവൻ കൊടുത്ത് അതേ ഫീലോട് കൂടി പാടാൻ കഴിയുന്നത് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് അവതാർ. അപ്പോൾ അവതാറിന്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു. നമുക്ക് ഒരു പാട്ടും കൂടി കേട്ടിട്ട് അവതാറിന് ഒരുപാട് കഴിവുകൾ ഉണ്ടെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പാട്ടും കൂടി കേൾക്കാം അല്ലേ?
അവതാറിന് ഇതുപോലെ ഒരുപാട് മാജിക് ആയിട്ടുള്ള മ്യൂസിക് നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയട്ടെ. ഒരുപാട് ജനഹൃദയങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ. ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവതാർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റീഫൻ ദേവസിയായി മാറട്ടെ. അവതാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.